ഹായ്, ഇന്ന് സർക്കിൾസിലെ അവസാനത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് ഒരു കൺസ്ട്രക്ഷനാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വിത്ത് ഡിഫറെന്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടിപ്പോയ വളയുടെ കണക്കിലൂടെയാണ്. യെസ്, ബ്രോക്കൺ ബാങ്കിളിന്റെ പ്രോബ്ലത്തിലൂടെ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് കടക്കും. വളരെ രസകരമായിട്ട് ടീച്ചർ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. Distance between two ends of a broken bangle is 4 cm. Maximum height is 1 cm. Find the radius of the bangle. This is the question. ഒരു വള ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. ആ വളയുടെ പൊട്ടിപ്പോയ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ 4 cm എന്ന് പറയുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1 cm ആണ്. എങ്കിൽ ബാങ്കിളിന്റെ റേഡിയസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതൊരു ഫിഗറിലൂടെ ഒന്ന് നമുക്ക് കാണിക്കാം. ഓ സെന്റർ ആയിട്ടുള്ള ഒരു ബാങ്കിളാണെന്ന് വിചാരിക്കാം. പൊട്ടിപ്പോയി. ആ പൊട്ടിയ പീസാണ് ADB എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 4 cm എന്ന് പറയുന്നത്. മാക്സിമം ഹൈറ്റ് ആണ് PD എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് റേഡിയസിന്റെ ഭാഗമായിരിക്കും. ഉറപ്പാണ് അല്ലെ? മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അത് റേഡിയസിന്റെ, അതായത് OD എന്ന് പറയുന്ന റേഡിയസിന്റെ ഭാഗമായിരിക്കും. ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ആയി. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന കോർഡിനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അതെന്തായാലും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, നമ്മൾ 9th പഠിക്കുന്നുണ്ട് അത്. അപ്പൊ അവിടെ 4 cm ആണെങ്കിൽ each will be 2 cm. Okay, this is 1 cm, that is already given. And we know that CD is the diameter and let it be D. CD എന്ന് പറയുന്നത് diameter ആയി എടുക്കാം, which is equal to D എന്ന് എടുക്കാം. It is CD is equal to D and PD is equal to 1 cm. Then what will be CP? Yes, it is D minus 1. We have to find out what is OD or what is OC. Radius ആണ് കാണേണ്ടത്. For that, we have to consider two triangles. That is PAD and PBC. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എങ്ങനെയെങ്കിലും ഈ OD എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമല്ലോ. അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ what is the relation between these two triangles? Anyone? ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? യെസ്, that is similar triangles. പറഞ്ഞാൽ പോലെ we have to prove that. അതിന് നമ്മൾ രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് ആംഗിൾ കൺസിഡർ ദ angle BAD, bad, and angle BCD. ഈ ട്രയാങ്കിളില് ഒരു ആംഗിൾ എടുത്തു, ഈ ട്രയാങ്കിളില് ഒരു ആംഗിൾ എടുത്തു. BAD and BCD. Yes, that angles will be equal. Why? എന്തുകൊണ്ടാണ്? Yes, ആ ആംഗിൾസ് എന്ന് പറയുന്നത് BAD എന്ന് പറയുന്ന ഈ വലിയ ആർക്കിലെ ആംഗിൾസ് ആണ്. നോക്കൂ, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു,
ഡിയിൽ അവസാനിക്കുന്നു. ഇവിടെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിൽ അവസാനിക്കുന്നു. അങ്ങനെയാണ് ഒരേ ആർക്കിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ്, അത് നമുക്കറിയാം. അപ്പൊ ജോഡികൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ആണ്. അതേപോലെ അടുത്ത സെറ്റും കാണാലോ. ഏതാണിത്? Then next set we have to find out that ADC and ABC, angle ADC and angle ABC. First നമ്മൾ എടുത്തത് BAD യും BCD യും, these two. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് ADC യും ABC. ഓക്കെ, റീസൺ ഇവിടെ എഴുതണം. എന്താണ്? യെസ്, ആംഗിൾസ്, പിന്നെ സെയിം ആർക്ക്, ഈക്വൽ ആയിരിക്കും. യെസ്, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം that two triangles are similar. For triangle PAD is similar to triangle BPC. Similar ആണ്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയാൽ അതിന്റെ സൈഡ്സ് യെസ് പ്രൊപ്പോർഷണൽ ആവും. വെരി ഗുഡ്, പ്രൊപ്പോർഷണൽ ആവും. പ്രൊപ്പോർഷണൽ ആവുന്ന വെച്ചിട്ട് ഏത് സൈഡ്സും എഴുതാൻ പാടില്ല കേട്ടോ. ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് മാത്രമേ പ്രൊപ്പോർഷണൽ ആവുള്ളൂ. സിമിലർ സൈഡ്സ് എടുക്കണം. അപ്പൊ ആദ്യത്തെ ആംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ആംഗിൾ ഇതാണ് നമ്മൾ എടുത്തത്, അതായത് BAD ആണ് എടുത്തത്. അതിന്റെ ഓപ്പോസിറ്റ് ഏതായിരുന്നു സൈഡ്? 1. യെസ്, 1 ഡിവൈഡഡ് ബൈ. അതേപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? BCD ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2. യെസ്, 1/2 is equal to. Then ഇതിലുള്ള ഈക്വൽ ആംഗിൾസ് നോക്കാം. ADC അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അഗൈൻ 2 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് D-1. എന്താണ് കിട്ടിയത്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ഇറ്റ്. നമുക്ക് D ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, അതിന്റെ ഹാഫ് ആണ് റേഡിയസ്. അപ്പൊ D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ഇറ്റ്. That is D-1 into 1 is equal to 2 into 2. Yes, that is D-1 is equal to 4. That means D is equal to 5. D is equal to 5. 4 plus 1, 5. This R is equal to 2.5 centimeter. Radius equal to 2.5 centimeter. അപ്പോ നമ്മളെ പൊട്ടിപ്പോയ വളക്കഷ്ണത്തിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ വലിയ വളയുടെ ഏത് വളയിൽ നിന്നാണോ ആ പീസ് പോയത് ആ വളയുടെ റേഡിയസും ഡയമീറ്ററും ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, ദിസ് ഇസ് ദ പ്രോബ്ലം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നല്ല മാർക്കും ഉണ്ടാവും. എങ്ങനെയാണ് അത് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് ലെങ്ത് 5 cm and breadth 3 cm. Draw another rectangle of same area with the length of 6 cm. Breadth തന്നിട്ടില്ല. Breadth we have to find out. Okay. ഈ ഒരു ബാംഗിൾ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഈ ബാംഗിൾ കണക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. ഈ ചിത്രത്തില് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ റിസൾട്ട് കിട്ടിയിരുന്നു ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓർമ്മയുണ്ടല്ലോ. D-1 into 1 is equal to 2 into 2. ഇത്ര മാത്രം മതി നമുക്ക്. നമ്മളിത് ഡയമീറ്റർ ആയിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ പ്രോബ്ലത്തിൽ ഡയമീറ്റർ ആവണമെന്നൊന്നും ഇല്ല. ഇത് നമുക്ക് ഡയമീറ്ററിന്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു കോഡായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. അവിടെയും ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. അപ്പൊ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും.
പിന്നെ നമുക്ക് ഇതേ പ്രോബ്ലം വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. അത് ഈക്വൽ ഒന്നും അല്ല, അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഡയമീറ്റർ ആയിക്കൊള്ളണമെന്നില്ല. ഡയമീറ്റർ ആകുമ്പോൾ മാത്രമേ ഇവിടെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുള്ളൂ. ഇത് ഡയമീറ്റർ അല്ല എന്നുള്ള ഉറപ്പാണ് ഈ ക്വസ്റ്റ്യനില്. യെസ്, ഇവിടെ നമ്മള് ഈ 2ന് പകരം നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് L എന്നും B എന്നുമാണെന്ന് വിചാരിക്കാം. ഇവിടെ രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് കൊടുക്കുന്നു L1 and B1. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ റിസൾട്ട് ഒന്ന് ചേഞ്ച് ചെയ്യും അല്ലെ, ഇപ്പൊ വേരിയബിൾസ് ആക്കി. യെസ്, D-1ന് പകരം L1 വന്നു, ഈ 1ന് പകരം B1 വന്നു, ഈ 2ന് പകരം L വന്നു, ഈ 2ന് പകരം B വന്നു. യെസ്, ഇതാണ് നമ്മളുടെ ഒരു പാർട്ട്. സെയിം ഏരിയ ആയിരിക്കണമെന്ന്. L×B എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. L1 B1 എന്ന് പറയുന്നത് സെക്കൻഡ് റെക്ടാംഗിളിന്റെ ഏരിയ ആണ്. നമ്മൾ അതിനെ ഒന്ന് മാറ്റിമറിച്ചു അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയത് ഇപ്പൊ ഏരിയ ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ is equal to area of second rectangle. ഇതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. അത് നമ്മൾ ടാക്കിൾ ചെയ്തു ഈസി ആയിട്ട്. ആ ബാംഗിൾ പ്രോബ്ലത്തിലൂടെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്തു. പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിനിവിടെ റെക്ടാംഗിൾ ഒന്നും കാണാനില്ലല്ലോ. ശരിയാണ്, റെക്ടാംഗിൾ ഒന്നും കാണാനില്ല. വി ഹാവ് ടു കൺസ്ട്രക്ട് ദാറ്റ്. L-ഉം B ഇവിടെ ഉണ്ട്. എങ്ങനെയായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യാം? സർക്കിൾ ഇല്ല, ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, വെറും ഒരു ലൈൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. യെസ്, അയ്യോ സർക്കിൾ ഒന്നുമില്ല, ഒക്കെ പോയി. കാരണം ആ സർക്കിളൊക്കെ ഇമാജിനറി ആയിരുന്നു അല്ലെ. നമ്മള് ഈ ഒരു ഐഡിയയിലേക്ക് എത്താൻ വേണ്ടി നമ്മള് ഇമാജിൻ ചെയ്തതാണ്. അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് എങ്കിൽ അങ്ങനെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. അങ്ങനെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവും. അങ്ങനെ പ്രൊപ്പോർഷണൽ ആവുമ്പോഴാണ് ഏരിയാസ് ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പോ വി ഹാവ് ടു കൺസ്ട്രക്ട് ദാറ്റ് റെക്ടാംഗിൾ ഫസ്റ്റ്, ദെൻ ദ സെക്കൻഡ് റെക്ടാംഗിൾ, ദെൻ ദ സർക്കിൾ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതാണ് കൺസ്ട്രക്ഷൻ. ബാക്കിയെല്ലാം നമ്മുടെ ഇമാജിനേഷൻ മാത്രമായിരുന്നു. ഇമാജിനേഷനിലൂടെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. അത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി റെക്ടാംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഇത്തരത്തിലുള്ള ഒരു ക്രോസ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ഈ ക്രോസിനെ നമ്മൾ റെക്ടാംഗിൾ ആക്കി മാറ്റും. യെസ്, ഫസ്റ്റ് ഇതാ എല്ലാം ഉള്ളത്. L എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. ഇവിടുത്തെ ലെങ്ത് 5 ആണ്, ബ്രെഡ്ത്ത് 3 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡ് റെക്ടാംഗിളിന്റെ ലെങ്ത് 6 ആണ്, ബ്രെഡ്ത്ത് അറിഞ്ഞൂടാ. ബ്രെഡ്ത്ത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. യെസ്, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ അളവും തന്നിട്ടുള്ള AB ആദ്യം വരയ്ക്കുന്നു. എത്രയാണ്? 8 സെന്റിമീറ്റർ. ടോട്ടൽ 8 സെന്റിമീറ്റർ എടുത്തിട്ട് AB കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് 3 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു റെക്ടാംഗിൾ ഫോം ചെയ്യാൻ പറ്റും. യെസ്, ഇവിടെ 8 സെന്റിമീറ്റർ AB വരച്ചു. 5 സെന്റിമീറ്റർ കഴിഞ്ഞ് P എന്ന് മാർക്ക് ചെയ്തു. ജസ്റ്റ് ലൈക്ക് ദിസ് P എന്ന് മാർക്ക് ചെയ്തു. P യിൽ നിന്നും B യിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലർസ് വരച്ചു. പെർപെൻഡിക്കുലർസ് വരച്ചു കഴിഞ്ഞിട്ട് ഇതാണ് 5 സെന്റിമീറ്റർ അല്ലെ. ഈ 5 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇത്രയാണ് ചെയ്തത്. ദെൻ ജസ്റ്റ് ജോയിൻ ഇറ്റ്. ജോയിൻ ചെയ്താൽ അത് നമുക്ക് ഒരു റെക്ടാംഗിൾ, ഫസ്റ്റ് ചോദിച്ച റെക്ടാംഗിൾ അതോടെ കിട്ടുക. ഇതാണ് ഇവർ ആദ്യം പറഞ്ഞ റെക്ടാംഗിൾ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്ടാംഗിൾ ഉണ്ടാക്കണം. പക്ഷെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഈ ഫിഗറിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ 6 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് P യിൽ നിന്ന് താഴേക്ക് വരയ്ക്കാം. യെസ്, അത് നമ്മള് CP 6 സെന്റിമീറ്റർ വരച്ചു. ഇത്രയും ഭാഗം നമുക്ക് അറിയാം. ഇനി വരയ്ക്കേണ്ടത് സർക്കിളാണ്. സർക്കിള് ഈ ലൈനിനെ എവിടെ മുട്ടുന്നുവോ
ഡി എന്ന് പറയുന്ന പോയിന്റ് അവിടെ ആയിരിക്കും അല്ലെ. സർക്കിൾ അപ്പൊ പോകേണ്ടത് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയുമാണ്. അങ്ങനെ പോകുന്ന ഒരു സർക്കിൾ എന്തായാലും ഡിയിലൂടെ കടന്നു പോകും. അതാണ് നമ്മൾ ആ ബാങ്ക് പ്രോബ്ലത്തിൽ കണ്ടത്. നമുക്കൊരു സർക്കിള് വരയ്ക്കണം. ആ സർക്കിള് എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകണം. എങ്ങനെയപ്പോ അത് കൺസ്ട്രക്ട് ചെയ്യാം? എ ബി സി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. വാട്ട് ഇസ് ദിസ്? ABC is a triangle. Yes, ABC is a triangle. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലൂടെയും കടന്നു പോകുന്ന സർക്കിളിനെ നമ്മൾ എന്തു പറയും? സർക്കം സർക്കിൾ അല്ലെ. സർക്കം സർക്കിൾ വരച്ചാൽ പോരെ? എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകില്ലേ? സർക്കം സർക്കിൾ വരച്ചു കഴിഞ്ഞാല് അത് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും, സിയിലൂടെയും കടന്നു പോകും. And it also passes through D. That point, that PD will be the breadth of second rectangle. അതല്ലേ ഇവിടെ കാണിക്കുന്നത്. Right. So we have to construct the circumcircle of triangle ABC. How? ഓർമ്മയില്ലേ? എങ്ങനെയാണ്? ഏതെങ്കിലും 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു, അതൊരു പോയിന്റ് മീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഡ്രോ ദ സർക്കിൾ. യെസ്, നമുക്ക് വരയ്ക്കാം. യെസ്, ഇപ്പോൾ ടീച്ചർ ആദ്യം AC എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പകുതിയിൽ കൂടുതൽ എടുക്കുന്നു. ACയിലും എയിലും സിയിലും പോയിന്റ് ചെയ്തുകൊണ്ട് ആർക്കുകൾ വരച്ചു. ആ 2 ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്തു. Then we have to draw the line. Okay. Yes, അതേപോലെ തന്നെ BC എന്ന് പറയുന്ന സൈഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ബിയിലും സിയിലും കോമ്പസ് കുത്തി ആർക്കുകൾ വരച്ചു. ആർക്കുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടു. ജസ്റ്റ് ജോയിൻ ഇറ്റ്. ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. Let it be O, just like that. Then draw the circle which passes through A, B and C. കിട്ടിക്കഴിഞ്ഞു. സർക്കിൾ നമുക്ക് കിട്ടി. അതായത് നമ്മുടെ ബാങ്കിൾ പ്രോബ്ലത്തിലെ ബാങ്കിളാണ് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, ഇപ്പൊ എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്നു. ഡെഫിനറ്റ്ലി ഈ സർക്കിള് ഡി എന്ന് പറയുന്ന ബിന്ദുവിലൂടെയും കടന്നു പോകുന്നുണ്ട്. അത് നമുക്കറിയാം. പാസസ് ത്രൂ ഡി ഓൾസോ. അതാണ് നമ്മുടെ സെക്കൻഡ് റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് അവർ പോയിന്റ് ഡി ആൻഡ് PD is the breadth of second rectangle. അത് നമ്മൾ അളക്കേണ്ട കാര്യമൊന്നുമില്ല. Just draw a rectangle with one side 6 cm and the other side is this PD. Okay. നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് കൺസ്ട്രക്ട് ചെയ്യാം, ഇപ്പുറത്ത് കൺസ്ട്രക്ട് ചെയ്യാം. Anywhere we can do that. എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മളുടെ ബ്രെഡ്ത്ത്. 6 cm ആണ് നമ്മുടെ ലെങ്ത്. ഓക്കെ, ചെയ്യാം. സെക്കൻഡ് റെക്ടാംഗിൾ വരയ്ക്കാൻ പോവാണ്. ഇതാണ് 6 cm. ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ബ്രെഡ്ത്ത്. കാരണം ടീച്ചറെ ഇപ്പുറത്തെ സൈഡിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഓൾറെഡി നമുക്ക് 5 cm ഉണ്ട്. 1 cm കൂടി ഇവിടെ നീട്ടി വരച്ചു. ഇപ്പൊ 6 cm ആയല്ലോ. ഇത് ആണ് നമ്മുടെ ബ്രെഡ്ത്ത് PD. അത് ഇപ്പുറത്ത് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഇവിടെ 90 ഡിഗ്രി എടുത്തു. PD എത്രയാണോ അത്ര തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ബ്രെഡ്ത്തുകള് കിട്ടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് ജോയിൻ ദിസ് സെക്കൻഡ് റെക്ടാംഗിൾ. ഫസ്റ്റ് റെക്ടാംഗിൾ ഈസ് ദിസ് XY and this is PD R and S. First rectangle is PBXY and second one is PDR.
RS. ഈ രണ്ട് റെക്ടാങ്കിളിന്റെയും ഏരിയ സെയിം ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. വരച്ചു നോക്കുക, നിർബന്ധമായിട്ടും വരച്ചു നോക്കുക. നല്ല മാർക്ക് ഉണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യന്. കാരണം ഇത് സർക്കിളും കൂടി വരച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടാവും. ഈ ബാങ്കിൾ പ്രോബ്ലം നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം ഏതൊക്കെയോ വർഷങ്ങള് ഇതേ ക്വസ്റ്റ്യൻ, ഈ ബാങ്കിൾ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ നമ്മൾ എടുത്ത കൺസ്ട്രക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, രണ്ട് ഹോംവർക്ക്. അതില് ഫസ്റ്റ് ഹോംവർക്ക് നോക്കൂ. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. നേരത്തെ ടീച്ചർ തന്ന ക്വസ്റ്റ്യന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ടീച്ചർ തന്നത് റെക്ടാങ്കിൾ തന്നെ വരയ്ക്കാനായിരുന്നു നമ്മൾ വരച്ചത്. ഇത് ആ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, സ്ക്വയർ ആണ്. അപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യന്റെ അതേ മോഡല്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 6 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm and construct another rectangle with the same area of one side 5 cm. ഒരു സൈഡ് ലെങ്തോ ബ്രെഡ്ത്തോ എന്തോ ആവട്ടെ, അതിൽ അത്ര വലിയ കാര്യമില്ല, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോ ഒരു സൈഡ് മാത്രം മാറ്റിക്കൊണ്ട് സെയിം ഏരിയ ഉള്ള മറ്റൊരു റെക്ടാങ്കിള് വരയ്ക്കാനാണ്. രണ്ട് ക്വസ്റ്റ്യനും ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോ അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററിലെ പുതിയ ഹാർഡ് പോയിന്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, സി യു.